വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അൽഫിന അനസ്തറ്റിക് ലൈഫ് സ്റ്റൈൽ. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് LBS പാരാമെഡിക്കൽ ഡിപ്ലോമയുടെ കുറച്ച് അപ്ഡേറ്റ്സ് പറയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നിങ്ങൾ ഇപ്പോൾ ചെയ്യേണ്ടത് സൈറ്റിൽ കയറിയതിനു ശേഷം പാരാമെഡിക്കലിന്റെ സൈറ്റ് ഓപ്പൺ ചെയ്യുക. അതിനുശേഷം നിങ്ങളുടെ രജിസ്റ്റർ ID കൊടുത്തതിന് ശേഷം നിങ്ങളുടെ ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ് ഒന്ന് നോക്കുക. അവിടെ കൺഫർമേഷൻ വന്നിട്ടുണ്ട് എന്നുള്ള കുട്ടികൾ കൺഫർമേഷൻ കൊടുക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ ആപ്ലിക്കേഷൻ കൺഫർമേഷൻ ഡൺ ആണോ അല്ലയോ എന്നുള്ളതും ചെക്ക് ചെയ്യുക. ഇനി ഡൺ ആണ് എന്നുണ്ടെങ്കിൽ പ്രശ്നമൊന്നുമില്ല. അതുപോലെ വെരിഫിക്കേഷൻ സ്റ്റാറ്റസ് നോട്ട് കംപ്ലീറ്റഡ് എന്ന് കാണിക്കുന്നുണ്ടെങ്കിൽ അതിൽ പ്രശ്നമില്ല. അതായത് നിങ്ങളുടെ ആപ്ലിക്കേഷൻ വെരിഫൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നതാണ് അതിൽ നിന്നും മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇത് കഴിഞ്ഞ് വെരിഫിക്കേഷൻ കംപ്ലീറ്റ് ആകുന്ന സമയത്ത് അത് അക്സെപ്റ്റഡ് പ്രൊവിഷണലി എന്നതാണോ അതോ റിജക്റ്റഡ് പ്രൊവിഷണലി എന്നതാണോ നിങ്ങളുടെ ആപ്ലിക്കേഷൻ സ്റ്റാറ്റസിൽ കാണുന്നത് എന്നത് നിങ്ങൾ ചെക്ക് ചെയ്യണം. അക്സെപ്റ്റഡ് പ്രൊവിഷണലി ആണെങ്കിൽ ഓക്കെ, നിങ്ങളുടെ ആപ്ലിക്കേഷൻസ് എല്ലാം ഓക്കെ ആണ്. ഇനി റിജക്റ്റഡ് പ്രൊവിഷണലി എന്നാണ് വരുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾ അപ്ലോഡ് ചെയ്ത എന്തെങ്കിലും ഡോക്യുമെന്റ്സിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതായിരിക്കും. ചിലപ്പോൾ അത് ബ്ലർ ആയതുകൊണ്ടാകാം. അപ്പോൾ അതിന് നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾക്ക് റിമാർക്സ് എന്ന് പറഞ്ഞിട്ട് ഒരു ഓപ്ഷൻ അവിടെ വരുന്നതായിരിക്കും. ആ റിമാർക്സിൽ ഏതാണ് നിങ്ങൾക്ക് ആ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ ഏതെങ്കിലും ഡോക്യുമെന്റ്സ് ബ്ലർ ആവുകയോ അല്ലെങ്കിൽ ഡോക്യുമെന്റ്സ് തെറ്റായിരുന്നതോ അല്ലെങ്കിൽ വാലിഡിറ്റി കൂടിയതോ അങ്ങനെ എന്തെങ്കിലും പ്രശ്നമാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് റിമാർക്സിൽ അത് എഴുതി ചേർത്ത് പുതിയ ഡോക്യുമെന്റ് അപ്ലോഡ് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. അതോടൊപ്പം LBSന്റെ മെയിൽ ID എല്ലാവർക്കും അറിയാമായിരിക്കും. അതുപോലെ ആ മെയിൽ IDയിലേക്ക് നിങ്ങളുടെ കറക്ഷന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ മെയിലും കൂടി ചെയ്ത് കൊടുക്കേണ്ടത് ശ്രദ്ധിക്കുക. കൺഫേം ബട്ടൺ വന്ന കുട്ടികൾ കൺഫേം ചെയ്യുക. കൺഫേം ബട്ടൺ വരാത്ത കുട്ടികൾക്ക് നോട്ട് കംപ്ലീറ്റഡ് ആയിരിക്കും. അത് വെരിഫിക്കേഷൻ നടക്കുന്നതേ ഉണ്ടാവുകയുള്ളൂ. അപ്പൊ നിങ്ങൾ നിങ്ങളുടെ സൈറ്റിൽ ഇടയ്ക്ക് കയറി നോക്കുക. കയറി നോക്കിയതിന് ശേഷം കൺഫർമേഷൻ ആയോ എന്നുള്ളത് ചെക്ക് ചെയ്യുക. അതായത് വെരിഫിക്കേഷനും ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ് എല്ലാം കൺഫേം ചെയ്താൽ മാത്രമേ ബാക്കി നമ്മുടെ പ്രൊസീജിയേഴ്സിലേക്ക് പോകാൻ സാധിക്കുകയുള്ളൂ. അടുത്ത പ്രൊസീജിയേഴ്സ് എന്ന് പറയുമ്പോൾ ഈ ഡേറ്റ കൺഫേം ആയതിനു ശേഷം അതൊന്ന് പബ്ലിഷ് ചെയ്യും. അത് കഴിഞ്ഞതിന് ശേഷം ഈ തെറ്റുകൾ തിരുത്താനുള്ള ഒരു സമയം തരും. അതായത് റിജക്റ്റ് ആയ കുറച്ച് കുട്ടികൾ ഉണ്ടാവല്ലോ, അവർക്ക് തെറ്റുകൾ തിരുത്താൻ വേണ്ടി റിമാർക്സിനൊരു സമയം തരും. ഈ കറക്ഷൻ കഴിഞ്ഞിട്ട് അവരുടെ അക്സെപ്റ്റഡ് ഡേറ്റയും കൂടി ഒരുമിച്ച് പ്രസിദ്ധീകരിക്കും. അതിനുശേഷം ഇൻഡെക്സ് മാർക്കിൽ പബ്ലിഷ് ചെയ്യുന്നതായിരിക്കും. അതിനും എന്തെങ്കിലും എഡിറ്റ് ഓപ്ഷൻ വേണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഒബ്ജക്ഷൻ കൊടുത്ത് ശരിയാക്കാൻ സാധിക്കുന്നതാണ്. അതിനുശേഷം പ്രൊവിഷണൽ റാങ്ക് ലിസ്റ്റും മെയിൻ റാങ്ക് ലിസ്റ്റും അതിനുശേഷം ഓപ്ഷൻ രജിസ്ട്രേഷനും പിന്നെ നമ്മൾ അത് കഴിഞ്ഞ് ട്രയൽ അലോട്ട്മെന്റ്, ഫസ്റ്റ് അലോട്ട്മെന്റ്. നോർമലി BSc നഴ്സിംഗിന് എങ്ങനെയാണോ അലോട്ട്മെന്റ് പോയത് ആ രീതിയിൽ തന്നെയാണ് LBSന്റെ പാരാമെഡിക്കൽ ഡിപ്ലോമയുടെയും അലോട്ട്മെന്റ് മുന്നോട്ട് പോകുന്നുണ്ടാവുക. അപ്പോൾ നിങ്ങൾ ഇപ്പോൾ ചെക്ക് ചെയ്യേണ്ടത് നിങ്ങളുടെ വെരിഫിക്കേഷൻ സ്റ്റാറ്റസ്, ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ് എല്ലാം കൺഫേം ആണോ, നിങ്ങളുടെ ഡോക്യുമെന്റ്സ് എല്ലാം റീചെക്ക് ചെയ്ത് കൺഫേം ആണോ എന്നത് ഉറപ്പുവരുത്താണ് ചെയ്യേണ്ടത്. അക്സെപ്റ്റഡ് പ്രൊവിഷണലി ആണെങ്കിൽ നിങ്ങൾ ഒന്നും ചെയ്യേണ്ട, നിങ്ങളുടെ ആപ്ലിക്കേഷൻ എല്ലാം ഓക്കെ ആണ്. ഇനി റിജക്റ്റ് ആയ കുട്ടികൾ റിമാർക്സ് ഓപ്ഷൻ വരുന്നതിൽ നിങ്ങളുടെ ഡോക്യുമെന്റ്സിൽ ഏതാണോ തെറ്റുള്ളത് മനസ്സിലാക്കിയതിനു ശേഷം പുതിയ ഡോക്യുമെന്റ്സ് അപ്ലോഡ് ചെയ്യുക, എഡിറ്റ് ഓപ്ഷൻസ് ചെയ്യുക, തെറ്റുകൾ തിരുത്തി നിങ്ങളുടെ ആപ്ലിക്കേഷൻ അക്സെപ്റ്റ് ആകാൻ വെയിറ്റ് ചെയ്ത് നിങ്ങളുടെ ആപ്ലിക്കേഷൻ അക്സെപ്റ്റ് ആയി എന്ന് ഉറപ്പ് വരുത്തുക. ഇതുപോലെ LBS BSc നഴ്സിംഗിന്റെ കൺഫർമേഷൻ സമയത്ത് കൺഫർമേഷൻ ചെയ്യാത്ത ഒരുപാട് കുട്ടികളുടെ ആപ്ലിക്കേഷൻ റിജക്റ്റ് ആയിട്ടുണ്ട്. അതുപോലെ നിങ്ങൾക്ക് മിസ്റ്റേക്ക് സംഭവിക്കാതിരിക്കാൻ വേണ്ടി നിങ്ങൾ ശ്രദ്ധിച്ച് മനസ്സിലാക്കി മാത്രം കാര്യങ്ങൾ ചെയ്യുക. ഇതിൽ എന്തെങ്കിലും റിജക്റ്റ് ആയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ LBSൽ നിങ്ങൾക്ക് മെയിൽ അയക്കാം. റിമാർക്സ് ഓപ്ഷനിൽ പുതിയ ഡോക്യുമെന്റ്സ് അപ്ലോഡ് ചെയ്ത് നിങ്ങളുടെ തെറ്റുകൾ തിരുത്താൻ വേണ്ടിയും സാധിക്കുന്നതാണ്. ഇത് മനസ്സിലാക്കുക. എന്നാൽ മാത്രമേ നിങ്ങളുടെ ആപ്ലിക്കേഷൻ അക്സെപ്റ്റ് ആവുകയും മുന്നോട്ടുള്ള പ്രോസസ്സിംഗ് കറക്റ്റ് ആയിട്ട് നടക്കുകയുമുള്ളൂ. അതുപോലെ എല്ലാവരും പാരാമെഡിക്കൽ ഡിപ്ലോമയുടെ പ്രോസ്പെക്ടസ് വായിച്ചു നോക്കുക. എല്ലാവരും പ്രോസ്പെക്ടസ് വായിക്കാൻ മറന്നു പോകരുത്. നിങ്ങളുടെ ഒരുപാട് ഡീറ്റെയിൽസ് അതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അതനുസരിച്ച് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഇതുപോലെയുള്ള അപ്ഡേറ്റ്സിന് വേണ്ടി നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഓൾ എന്ന ഓപ്ഷൻസ് എനേബിൾ ചെയ്ത് വെക്കുക. നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഇൻഫർമേഷൻസ് ഉടനെ തന്നെ പാസ് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം. അതുവരേക്കും ഓക്കെ, ബൈ, താങ്ക് യു.